ഷാനവാസ് LGBT താരാട്ടാടാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് പെങ്ങളുട്ടി കാടും കാര്യങ്ങളൊക്കെ ഇറക്കി പൂമ്പാറ്റകൾക്ക് മഴവെയിലിന് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള തെറ്റായ ഒരു മണ്ടത്തരം ധാരണ കാരണം സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഷാനവാസിന്റെ വോട്ടിന്റെ അളവ് എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം എല്ലാവർക്കും. ഈ ഒരു ഗ്രൂപ്പിൽ ചേർന്നുകൊണ്ട് പൊട്ടത്തരങ്ങൾ ചെയ്യുന്നത് കൊണ്ടും അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ചതിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. LGBT ഏത് രീതിയിലാണ് ഷാനവാസ് കാണുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഒരു പക്ഷെ ഇവിടെ നിന്ന് എവിറ്റായി പോകുന്നതിന് മുന്നേ ഏറ്റവും നല്ല ഒരു കാര്യം ബിന്നി ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പല കണ്ടസ്റ്റൻസ് ആയാലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും കളയും. പക്ഷെ ചിലര് അത് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്ന് കൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയത് ആദിലേനെയാണ്. എനിക്കും ആ ഒരു ഇതുണ്ട്. ഞാൻ കട്ടൻഡറി ആയിട്ട് ഇഗ്നോർ ചെയ്ത് പറയല്ല. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ വിയോജിപ്പുകൾ ഉണ്ടാവാം. അവരെ അവരുടേതായ സ്റ്റാൻഡിന് വിട്ടുകൊടുക്കുക. അവരെ ഓക്കെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഈ കൈൻഡ് ഓഫ് വേ ഓഫ് റെസ്പോൺസ് വരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ആൾക്കാർ ആ നെഗറ്റിവിറ്റി എടുക്കാതെ കുറച്ച് കഴിയുമ്പോൾ മറന്നു കളയാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കറക്റ്റ് ഒബ്സർവേഷൻ ആണ്. ആദില എന്ന് പറയുന്ന വ്യക്തി ഈ ആനക്കൊക്കെ കാഞ്ഞ ബുദ്ധിയാണ് ചില ആളുകൾ പറയും. എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാവുന്നത് വരെ മറക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ആദിലക്ക് ബിഗ് ബോസിനകത്ത് ഗെയിം കളിക്കാനാണ് വന്നത് എന്നുള്ള ബോധം പോലും മറന്ന് LGTVയെ വലുതാക്കാൻ വന്നതാണ് എന്നുള്ള ഒരു ബോധത്തോട് കൂടിയിട്ട് അത് എയർ ചെയ്തുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു കൂതറ പരിപാടി നമ്മുടെ മുന്നിലേക്ക് ഒരു തെറ്റായ സന്ദേശം കൂടി നൽകുന്നു. ലാലേട്ടനും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം അത് ലാലേട്ടൻ വന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് റിയാസിനെ കൊണ്ടുവരുന്നു, ശോഭയെ കൊണ്ടുവരുന്നു. അത് വീണ്ടും കൂട്ടി കൊണ്ടുവന്ന് അത് എത്രയോ ഉയരങ്ങളിലേക്ക് എത്തുന്നു. പിന്നെ അത് അവസാനിച്ച് നോർമലിലേക്ക് വരുന്നു. പിന്നെ ഫാമിലി വീക്ക് വരുമ്പോൾ വീണ്ടും ലക്ഷ്മിയുടെ ഫാമിലി അത് വന്ന് പറയുന്നു. അതും പറഞ്ഞു തീർന്ന് അവസാനിപ്പിച്ച് വീണ്ടും ഓരോരോ ഘട്ടങ്ങളിലേക്ക് ഇത് വീണ്ടും ചർച്ചയാവുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആദില തന്നെയാണ് ഈ വിഷയം മനസ്സിൻ്റെ ഉള്ളിൽ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ബിന്നി ഇവിടെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ ആദിലയുടെ ഭാവമാറ്റങ്ങൾ ഒന്ന് കാണാം. മനസ്സിലാക്കല്ല എന്തെങ്കിലും കിട്ടിയ ഞാൻ സംസാരിക്കും. പക്ഷെ അത് എപ്പോഴും സംസാരിക്കാണ്. ഓക്കെ, അതിന്റെ ഇഷ്ടം. ലക്ഷ്മി പറയുന്നു വിചാരിച്ച കാര്യങ്ങളാണ് ലക്ഷ്മിക്ക് വേണ്ടി ബിന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിന്നിയാണ് കൂടുതൽ അറ്റാക്ക് ചെയ്തത്. ലക്ഷ്മി പറയുമ്പോ എന്നെ ഇവളെയല്ല ഒരു കൂട്ടം ആൾക്കാരെയാ പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ മിണ്ടാണ്ടിരുന്ന ആ ആൾക്കാർക്ക് ഒന്നും ഇല്ലാത്ത ടൈപ്പ് നമുക്ക് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം ആയിക്കാം. അപ്പൊ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് വോയിസ് ഔട്ട് ചെയ്യണം. നമ്മളിവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ വന്നതല്ല. അതിന് അവള് പറഞ്ഞത് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ത്രൂ ഔട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കാര്യങ്ങൾ നോർമലൈസ് ചെയ്യണം എന്നൊക്കെ ഇട്ടൂരം അടിച്ചേൽപ്പിക്കാനാണ് ആദില നൂർ അവിടെ നിൽക്കുന്നത് എങ്കിൽ ഇവിടെയുള്ള രക്ഷിതാക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, LGBTനെ എതിർക്കുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അവരെ പുറത്താക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളത്. തെറ്റായ സന്ദേശം എന്തായാലും ബിഗ് ബോസ് കൊടുത്തുകൊണ്ടേ ഇരിക്കും. കാരണം അവർക്ക് വേണ്ടത് റേറ്റിംഗ് ആണ്. ലാലേട്ടനും ചിലപ്പോൾ അവർ എഴുതി കൊടുത്തത് വായിച്ചൊന്നും വരും. പക്ഷേ ഇവർ ഊട്ടി ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇത് നോർമലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നതാണ് എന്നുള്ളത്. അല്ല വിൻ ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇതിനാണ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എന്താ പൊട്ടന്മാരാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മളൊക്കെ പൊട്ടന്മാരാക്കുക തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ബിന്നിയോട് ഞാൻ ചോദിക്കുക തന്നെ ചെയ്യുന്നുള്ളത്. ലക്ഷ്മി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മിയുടെ കൂടെ ആളുകളുടെ എണ്ണം കൂടും. കാരണം എന്നെ പോലെയുള്ള ആളുകൾക്കൊന്നും സ്വന്തം വീട്ടിൽ ഇത്തരം കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. ഇതേപോലത്തെ ആളുകളുടെ എണ്ണം അത് 1 2 അല്ല, പകരം നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്ന ആളുകളായിട്ട് ചുരുങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ആദിലയും നൂറയും മനസ്സിലാക്കണം. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന് ഒരു ഗുണവുമില്ല. അത് ആദ്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനി രാത്രി ബിന്നി ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ആദിലയുടെ അടുത്ത് വന്നപ്പോ ബിഗ് ബോസ് വേറൊരു വൃത്തിയായിട്ട് കളി കളിച്ചിട്ടുണ്ട്. എന്നാലും ആദ്യം ആ പറയാൻ വന്ന കാര്യം ആദില പറഞ്ഞു കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കാം. നമ്മളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഓഫീസിലാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് അത്ര ഉള്ളൂ അല്ലേ, വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, 2 മനുഷ്യന്മാർ അത്ര തന്നെ ഉള്ളൂ, അങ്ങനെ എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അറിയാൻ മേലാത്ത ആൾക്കാർ അത് നോർമലൈസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഈ അറിവില്ലായ്മയാണ് നമ്മൾ നീക്കം ചെയ്യുന്നത്. ആ അറിവില്ലായ്മ നീക്കം ചെയ്ത് ആ ഹേറ്റഡ് മാറ്റി പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ലോകത്തുള്ളൂ. ഒരു ബെറ്റർ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഹേറ്റഡ് മാറ്റിയാൽ മതി. അവരുടെ ഓഫീസിൽ പറഞ്ഞ അത്രേ, നിങ്ങൾ 2 മനുഷ്യന്മാര് അത്രേ ഉള്ളൂല്ലേ, ഇതാണ് വേണ്ടത്. ഈ ലോകത്തിലുള്ള എല്ലാവരും പൊട്ടന്മാരാണ്. ആ പൊട്ടത്തരങ്ങൾ മാറ്റിയിട്ട് ഞങ്ങളാണ് ശരി, ഇതാണ് ശരി എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തണം, നിങ്ങളത് മനസ്സിലാക്കണം എന്നാണ് ആദില അവർക്ക് വോട്ടുകൾ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു തരുന്നത്. കേട്ടോ, നിങ്ങളൊക്കെ പൊട്ടന്മാരാണ് എന്നുള്ളത്. ആണിനെ കല്യാണം കഴിക്കണം, അതാണ് നല്ലത്. പെണ്ണിനെ കല്യാണം കഴിക്കണം, അതാണ് ശരി. ആണും പെണ്ണും വിവാഹം കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അത് പ്രകൃതിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്, മനസ്സിലാക്കണം കേട്ടോ.
നമ്മളെയാണ് ഊക്കുന്നത്. നമ്മളെ പോലെയുള്ള ഈ ഒരു കാര്യത്തിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത ആളുകളെയാണ് അവർ ഊക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നാണമുണ്ടോ നിങ്ങൾക്ക് അവരെ വോട്ട് ചെയ്ത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോവാൻ? ഇവിടെ ലക്ഷ്മി പറഞ്ഞ കാര്യം, ബിന്നി പറഞ്ഞ കാര്യം ഏകദേശം ഒന്നല്ല, കറക്റ്റ് തന്നെയാണ്. ഓരോ മനുഷ്യന്മാർക്കും ഓരോ അഭിപ്രായമുണ്ടോ, അഭിപ്രായം പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ലക്ഷ്മിയുടെ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ടല്ലല്ലോ നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ടുള്ളത്. നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ടുള്ളത് മഴവില്ലിനെ വളർത്താനാണ് എന്നാണ് പറയുന്നത്. അത് കപ്പടിക്കാനും കൂടിയല്ല. അവിടെ പൊറോട്ട് നാടൻ കളിക്കുക, എന്തൊക്കെ കാർഡുകളാണ് നിങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മഴവില്ല് കാർഡ് എന്തായാലും നമ്മുടെ നാട്ടിൽ വേവില്ല, അതിവിടെ വിരിയാനും ആരും സമ്മതിക്കില്ല എന്നുള്ളതാണ്. എല്ലാവരും പൊട്ടന്മാരാണ് പോലും. കൊള്ളാം, നമ്മളൊക്കെ പൊട്ടന്മാര്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നീ നിന്റെ കാര്യം പറയുന്നു, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നു, നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്, നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് പറയുന്നു. അപ്പൊ അത് ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവൻ ലാലേട്ടൻ പോലും അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു. ലക്ഷ്മിയുടെ സ്റ്റാൻഡ് പറയുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസ് ലൈവില് ഒരു വൃത്തികെട്ട പരിപാടി കാണിച്ചു. നെവിനും അക്ബറും എന്തോ കുക്കീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നുന്ന വീഡിയോ മാത്രം പിന്നാണ്ട് കാണിക്കാൻ തുടങ്ങി, മണിക്കൂറുകളോളം. പിന്നെ ഇവരുടെ ഈ ഒരു സംഭാഷണം കാണിച്ചിട്ടേ ഇല്ല. അതായത് അവിടെ ലാലേട്ടന്റെ പേര് വലിച്ചിടുന്നുണ്ട്, ബിഗ് ബോസിന്റെ പേര് വലിച്ചിടുന്നുണ്ട്. ആ ഒരു ഭാഗം അവർക്ക് താല്പര്യമില്ല പുറത്തേക്ക് വിടാൻ, അത് കട്ട് ചെയ്തു കളഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ മഴവില്ലുകൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ ഒരു കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ആദിലയുടെയും നൂറയുടെയും ഭാഗം ശരിയാണ് എന്ന് പറയുന്ന ആളുകൾ ശരിയാണെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ നമ്മളെല്ലാവരും മണ്ടന്മാരാണ്, ഇവിടെ ഇതിനെ എതിർക്കുന്ന ആളുകളൊക്കെ പൊട്ടന്മാരാണ് എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, ആദിലയുടെ ആ ഒരു തിട്ടൂരമുണ്ടല്ലോ, ആ അടിച്ച് ഏൽപ്പിക്കലുണ്ടല്ലോ, അത് അപകടമാണ്. അതിനൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ ഇത്രയും ദിവസം നോമിനേഷനിൽ വന്ന ആളുകളിൽ ആദില നൂറ വരുമ്പോ അവർക്ക് വോട്ട് കൊടുക്കാറേ ഇല്ല. അത്രേ ഉള്ളൂ, ഞാൻ കൊടുക്കാറേ ഇല്ല, ഇനി അങ്ങോട്ട് കൊടുക്കാനും പോകുന്നില്ല. ഇതേ നിലപാട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും എടുക്കേണ്ടത്. ഒരിക്കലും ഇത് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല നമുക്കാർക്കും. നമ്മുടെ മക്കൾ ആ രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നമ്മൾ? ഈ മക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഷാനവാസിന്റെ ആ ഒരു നാടകം, വോട്ട് കിട്ടാൻ എന്ത് ഊളത്തരവും കാണിക്കുമെന്ന് ഷാനവാസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അനീഷിന്റെ കൂട്ടുകാരനായിട്ട് നിന്ന് അനീഷിനെ അങ്ങോട്ട് ചതിക്കാൻ തുടങ്ങി, വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ അടുത്ത ആഴ്ചയിലൊക്കെ നോമിനേഷൻ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ സപ്പോർട്ട് മുന്നോട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾക്കും അത് ബാധകമാണ് എന്നുള്ളതാണ്. നമുക്കതൊന്ന് കാണാം കേട്ടോ. നമ്മളെ സമ്മർ മീഡിയ ഭയങ്കരമായിട്ട് ഇതിനെ പൊലിപ്പിക്കുന്നുണ്ട്, ഒന്ന് കാണാം. നമ്മുടെ ഷാനവാസ് ആദിലയുമായിട്ട് സംസാരിക്കുന്ന ഒരു സീനാണ്. അതായത് ബിന്നി ഇവരുടെ ആദില നൂറ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു അനാവശ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞല്ലോ. ബിന്നി ആ പറഞ്ഞത് കുത്തിത്തിരിപ്പാണ്, ലക്ഷ്മിക്കില്ലാത്ത പ്രശ്നം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും ആദിലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പൊ എന്റെ മക്കളാണ് ഇങ്ങനെയെങ്കിൽ ഇപ്പൊ എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം, ഇപ്പൊ അതായത് ആദില നൂറ ചെയ്തൊരു കാര്യം, ഷാനവാസ് ഒരു ടിപ്പിക്കൽ മലയാളിയാണ്, ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരനായ ഒരു മനുഷ്യനാണ്. അയാളുടെ തൊഴിൽ അഭിനയമായി പോയെന്നേ ഉള്ളൂ. അയാൾക്കും ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ ഒന്നിച്ച് വിവാഹ ജീവിതം നയിക്കുന്നത് ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സൊന്നുമില്ല. അത് അയാളുടെ തെറ്റല്ല, അയാൾ ജനിച്ച് ജീവിച്ച് വന്ന സാഹചര്യത്തിൽ അയാൾക്ക് അങ്ങനെയാണ് അതിന്റെ ശരി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മക്കളാണ് ഇതുപോലൊരു തീരുമാനം എടുക്കുന്നെങ്കിൽ ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കാനൊന്നും പോകുന്നില്ല. എത്രയൊക്കെ ആയാലും എന്റെ ചോരയല്ലേ, അവരെ ഞാൻ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തന്നെ അനുവദിക്കും. എന്തുകൊണ്ട് ഷാനവാസ് ഇപ്പോ ഈ ഒരു കാര്യം പറഞ്ഞു? ഷാനവാസിന്റെ ലൈഫിൽ നടക്കാത്ത ഒരു കാര്യമാണ്, അത് നടക്കില്ല എന്ന് ഉറപ്പായിട്ടുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ട് താനും. ആദില നൂറയുടെ ഫാമിലി അവരെ ഒഴിവാക്കി, ഭ്രഷ്ട് കൽപ്പിച്ചു എന്ന് തന്നെ കൂട്ടിക്കോ. ആ ഒരു കാര്യത്തെയാണ് ഷാനവാസ് പറയുന്നത്. അതായത് മുൻകൂട്ടി കാണാണ്, തനിക്ക് അങ്ങനെ സംഭവിച്ച് കഴിഞ്ഞാൽ എന്നുള്ളതാ. കഴിഞ്ഞു പോയ ആളുകളെ പോലും താഴ്ത്തി കെട്ടാൻ തന്നെയാണ് ബിഗ് ബോസിലൂടെ ആ ഒരു സാധനം പുറത്തു വിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലെ. ആദിലയുടെയും നൂറയുടെയും ഫാമിലി പുരോഗമന ചിന്താഗതി ഇല്ലാത്ത ആളുകളാണ്. ഇതൊക്കെ നോർമലായിട്ട് കാണേണ്ടവരല്ലേ. സ്വന്തം രക്തത്തിൽ പറഞ്ഞ മക്കളെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ പാടുണ്ടോ എന്ന് പറയുന്ന ഷാനവാസിന്റെ ഇരട്ടതാപ്പം നിങ്ങൾ മനസ്സിലായില്ലേ. അയാൾ സേഫാണ് ഇപ്പോഴും, അയാൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നൂറക്കും ആദിലക്കും ഒരുപാട് വോട്ടുണ്ട്, ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആളുടെ വ്യാമോഹം എന്നുള്ളതാണ്. എന്നാൽ ഇവർക്ക് കിട്ടുന്ന വോട്ട് എവിടുന്ന് കിട്ടുന്നതാണെന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. PR കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ബോട്ടിനെ കൊണ്ടും പിന്നെ കപ്പലിനെ കൊണ്ടും ഒക്കെ അവർ വോട്ടും ചെയ്യിക്കുന്നുള്ള കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എന്ത് അപകടം പിടിച്ചൊരു കാര്യമാണ് ഇത്. പല ആളുകളും വന്നിട്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിനക്കെന്താ എന്നുള്ളത്, ഇവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇത് നോർമലാണ് എന്ന് ഉറക്കെ വിളിച്ച് നമ്മളെ എതിർക്കുന്ന ആളുകളൊക്കെ പൊട്ടന്മാരാണെന്ന് പറയുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുക. നിന്റെ അല്ല എന്റെ, അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. അതാണ് പോയിന്റ്.
അതായത് ഓരോ പാരന്റ്സും മനസ്സിലാക്കേണ്ടത് അതാണ്. അതായത് മക്കളുടെ തീരുമാനത്തോട് വിയോജിക്കാം, നമ്മുടെ കാഴ്ചപ്പാടുകൾ അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കാം. ഇപ്പൊ ആദില നൂറയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അതൊരു പക്ഷേ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കോ അവരെക്കുറിച്ച് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുള്ള ആളുകൾക്കോ മാത്രമേ മനസ്സിലാകണമെന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും അവരൊരു തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുകയും മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്താൽ അവരെ പടിയടച്ച് പിണ്ടം വയ്ക്കുക അല്ലെങ്കിൽ ഭ്രഷ്ട് കൽപ്പിക്കുക എന്ന തീരുമാനം ഒരിക്കലും താൻ എടുക്കില്ല. മറിച്ച് എന്റെ ചോരയാണ് അവരുടെ ഒപ്പം നിൽക്കാനേ ഞാൻ തീരുമാനിക്കൂ എന്ന് ഷാനവാസ് പറഞ്ഞത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡിലെ ഒരു നിമിഷമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ആദിലയുടെയും നൂറയുടെയും ഫാമിലി എടുത്ത തീരുമാനം അതൊരു തെറ്റാണ് എന്ന് തന്നെയാണ് സമ്മർ മീഡിയം പറയുന്നത്. ഷാനവാസിന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്ന രീതിയിൽ അയാളുടെ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ അയാൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആദില നൂറയുടെ മാതാപിതാക്കൾ ചെയ്തത് തെറ്റാണ്. സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ എങ്ങനെ ആയാലും ചേർത്ത് വെക്കണം എന്നുള്ളത് എന്ത് ഊളത്തരമാണ് സമ്മർ മീഡിയ ചേട്ടായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് സേഫാണ്, ഷാനവാസിന്റെ ഫാമിലി അങ്ങനെ സംഭവിച്ചിട്ടില്ല. സംഭവിച്ചാൽ എന്ന വാക്കാണ്. ഇങ്ങനെ എന്റെ വീട്ടിൽ സംഭവിച്ചാൽ ഷാനവാസ് പറഞ്ഞതുപോലെ എന്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ ചേർത്ത് നിർത്തിയിട്ട് സമൂഹത്തിന് വീണ്ടും തെറ്റായ സന്ദേശം കൊടുക്കാനൊന്നും നമ്മൾ തയ്യാറാവില്ല. നിങ്ങൾ ഫ്രീ ആണ്, പൊക്കോളൂ, അത്രേ പറയുള്ളൂ. അതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ മക്കൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ആ ഒരു നിലപാടെടുക്കാതെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ, സമൂഹത്തിലുള്ള എല്ലാവരും ഇത് കാണട്ടെ കേട്ടോ എന്നൊന്നും എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല എൻ്റെ പൊന്നു മക്കളെ. ഷാനവാസ് തനി ഊളത്തരം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര അധപ്പതിക്കുന്നത് ശരിയല്ല എൻ്റെ പൊന്നു മോനെ. തെറ്റായ ദിശയിലൂടെയാണ് ഇപ്പൊ ഷാനവാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനീഷിന്റെ കൂടെ നിന്ന് ചതിച്ച് അയാളെ 3 തവണ ജയിലിലാക്കിയിട്ടുണ്ട് ഇവരെല്ലാരും കൂടെ. 3 തവണ അയാൾ ജയിലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് വോട്ടിന്റെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ LGBT മഴവില്ല് ഇതൊന്നും വളർത്താനല്ല ഇത്തരം പരിപാടികൾ കൊണ്ടുവരേണ്ടത് എന്ന ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. കാരണം അവരാണ് ശരി, അവർ മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പൊട്ടന്മാരാണ് എന്നാണ് ലാലേട്ട നിങ്ങളുടെ ഷോയിലൂടെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ സ്വവർഗ അനുരാഗികൾക്ക് വിവാഹം കഴിക്കാൻ ഇപ്പോഴും നിയമ തടസ്സമുണ്ട്. ഇപ്പോഴും അത് പാസ്സായിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്തിന് പോലും അറിയാം അതൊക്കെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. ഇനിയും ഇതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. മാതാപിതാക്കളോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങളെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ഫാമിലിയിൽ സംഭവിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യാൻ കഴിയും. അല്ലാത്ത ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. എനിക്കെന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ ഒരു താല്പര്യമില്ല കേട്ടോ. ആദിലയുടെയും നൂറയുടെയും മാതാപിതാക്കൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടോ ആ വിഷമത്തിൽ പങ്കുചേരാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പടച്ചോൻ അവർക്ക് കരുത്ത് നൽകട്ടെ. വീണ്ടും പല പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ.